നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് നമ്മളൊരു ഈ ഒരു ജനറേഷൻ പിള്ളേരാണ് കുറച്ച് വണ്ടി പ്രാന്തന്മാരെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഒന്ന്, അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി, അതിൻ്റെ പെർഫോമൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 4x4 വാഹനം എടുക്കുമ്പോൾ എത്ര ഓഫ് റോഡ് കാപ്പബിലിറ്റി ഉണ്ടാവും, അങ്ങനെ ശ്രദ്ധിച്ചെടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വാഹനം പരിചയപ്പെടുത്താൻ ജീപ്പ് എന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ കോമ്പസ്. ഇത് ഒരു സ്പെഷ്യൽ എഡീഷനാണ്. ഇതിൽ ക്രോം ട്രീറ്റ്മെൻറ്റ് എവിടെയും കാണും. ഫുൾ ഒരു ഫിയാന ബ്ലാക്ക് ഫിനിഷ് എവിടെയാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്ന വണ്ടി ജീപ്പ് കോമ്പസിലേക്ക് ലേറ്റസ്റ്റ് എഡീഷനാണ്. നമുക്ക് ഡീറ്റെയിൽസ് ലിസ്റ്റ് കണ്ടിട്ട് അപ്പോൾ എല്ലാവരും നമ്മൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇതാണ് ജീപ്പ് കോമ്പസിലെ നൈറ്റ് ഈഗിൾ എഡീഷൻ എന്ന് പറയുന്നത്. ഇതിൽ ക്രോം ട്രീറ്റ്മെൻറ്റ് എവിടെയും കാണില്ല. ഫുള്ള് പിയാന ബ്ലാക്ക് ഫിനിഷാണ്. അതുപോലെ തന്നെ ഇവിടെ ജീപ്പിന് ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതും ഒരു പിയാന ബ്ലാക്ക് ഫിനിഷിലാണ് വന്നത്. അപ്പോൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എസ് വേരിയൻ്റുള്ളത്. അതിൽ ഇവിടെ ഒരു ഗൺ മെറ്റീരിയൽ ഫിനിഷാണ് ഉണ്ടായിരുന്നുള്ളത്. ഇതിൽ ഫുൾ പിയാന ബ്ലാക്ക് ഗ്രീൻസ് ഒരു ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ക്ലോസ് ആയിട്ടുള്ള ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. പ്രീമിയം ലുക്കിൽ ഗ്രില്ലാണ് കൊടുത്തിട്ടുണ്ട്. നേരെ ഹെഡ് ലാമ്പ് നോക്കുകയാണെങ്കിൽ DRL കൊടുത്തിട്ടുണ്ട്. LED ഹെഡ് ലാമ്പിട്ടാണ്. ടോപ്പ് ലൈനിലാണ് പ്രൊജക്റ്റഡ് LED വരുന്നത്. താഴെ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഫോഗ് ലാമ്പാണ്. കാഴ്ചയിൽ ചെറുതും പ്രവൃത്തിയിൽ വലുതുമാണ്. കാരണം നല്ല വിസിബിലിറ്റി ഇട്ടൊരു ഫോഗ് ലാമ്പാണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹൗസിങ് കൊടുത്തിട്ട് പ്രീമിയം ലുക്ക് ആക്കിയിട്ടുണ്ട്. ഇത് വാങ്ങുന്നുണ്ടോ? അതിന് പ്രീമിയം ലുക്ക് ഫുള്ള് പിയാന ബ്ലാക്ക് ഫിനിഷുള്ള പ്രീമിയം ലുക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച വേരിയൻറ്റിൽ ഇവിടെ ഒരു ഗൺമെറ്റിൽ ഫിനിഷ് ആയിരുന്നു. പക്ഷേ ഇതിൽ ബോഡി കാർഡ് ഒരു പിയാന ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ബോഡി കാർഡല്ല, പിയാന ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഗ്രിൽ പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതൊരു ഹണിഗ്രോം ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. അത് നല്ല അട്രാക്ഷൻ തരുന്ന ഒരു രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓവർ ഉദാഹരണത്തിന് ഫ്രണ്ട് പ്രൊഫൈൽ എന്നുള്ളത്. പിന്നെ ഇവിടെ ക്യാരക്ടർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലിസാർഡ് കണ്ടോ? ഇതെന്താ വെച്ചാൽ ഇത് ഏത് ടെറൈനിൽ കയറി ചെല്ലും അതിനൊരു ഐഡൻറ്റിറ്റിയാണ് കാണിക്കുന്നത് ഇവിടെ ലിസാർഡ്. അത് മാത്രമല്ല നമ്മൾ ആ ഒരു സൈഡിലും നമുക്കൊരു വില്ലീസ് ജീപ്പ് കാണാം. ജീപ്പിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു വില്ലീസ് ജീപ്പ് കാണാം. കണ്ടോ ഇങ്ങനെ വന്നിട്ടുള്ളത്. നേരെ സൈഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ മെയിൻ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് ഒരു അലോയ് വീൽസ്, ഒരു 18 ഇഞ്ച് അലോയ് വീൽസ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. കണ്ടോ ഒരു പിയാന ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിൽ അലോയ് വന്നിട്ടുള്ളത്. ഭയങ്കര സ്പോർട്ടി ഫീൽ ചെയ്യുന്ന അലോയ് വീൽസിലേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അലോയ് വീൽ. പിന്നെ SV ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ജീപ്പ് കോമ്പസിൽ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ടേൺ മിറേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. 360 ഡിഗ്രി ക്യാമറ, ടോപ്പ് ലൈന് മാത്രമേ ക്യാമറ. പിന്നെ മേലെ ഡുവൽ ടോണാണ്. മേലെ ബ്ലാക്കും താഴെ വൈറ്റും ആ രീതിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡോർ ഹാൻഡിൽ ഇപ്പോൾ സെൻസർ കൊടുത്തിട്ടുണ്ട്. ബോഡി കളർ ഡോർ ഹാൻഡിൽ. ഇപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷിലൊരു ബെൻഡിങ്ങും ഇവിടെ പോയിട്ടുണ്ട്. ഒരു ഷോൾഡർ ലൈൻ പോലെയാണ് പോയിരിക്കുന്നത്. ഫ്രണ്ടിൽ അതേ സെയിം വില ബാക്കിൽ വന്നുള്ളത് 18 ഇഞ്ച്. അതും ഡിസ്ക് ബ്രേക്ക് ബാക്കിൽ വന്നുള്ളത്. പിന്നെ സേഫ്റ്റിയെ കുറിച്ച് വരുമ്പോൾ ABS, EBD, 6 എയർ ബാഗ് അങ്ങനെ തുടങ്ങിയ എല്ലാ ബേസിക് ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട് സേഫ്റ്റി ഫീച്ചറായിട്ട്. പിന്നെ ടെയിൽ ലാമ്പ് നോക്കുകയാണെങ്കിൽ ഒരു സ്മോക്കഡ് ടെയിൽ ലാമ്പാണ്. സ്പോർട്ടി ഫീൽ ചെയ്യുന്ന ടെയിൽ ലാമ്പ് കൊടുത്തുള്ളത്. സ്പ്ലിറ്റഡ് ടെയിൽ ലാമ്പാണ്. കാരണം ഒന്ന് ടെയിൽ ഗേറ്റിൽ കയറി നിൽക്കുന്ന ടെയിൽ ലാമ്പ് കൊടുത്തുള്ളത്. ജീപ്പിന് ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നൈറ്റ് ഈഗിൾ എഡീഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ. ഓ വാവ്, അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് കൊടുത്തുള്ളത്. നമ്മൾ ടൂൾ കിറ്റ് കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആവും. അതുകൊണ്ട് ഇവിടെയാണ് നമ്മളെ സ്പെയർ വീല് ക്രമീകരിച്ചുള്ളത്. പിന്നെ ഇവിടെ ഒരു ഹുക്ക്, ഏകദേശം 4 ഹുക്ക് ഉണ്ട് നമ്മൾ ഈ ബൂട്ട് സ്പേസിൽ. കാരണം ഒരുപാട് കണ്ടോ ഈ ഹുക്ക് ഏകദേശം 4 പോർഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ ബൂട്ട് സ്പേസിൽ തന്നെ. 1, 2, 3, 4. പിന്നെ ബൂട്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ബൂട്ട് മെയിൻലി ക്ലോസ് ചെയ്യണം. നമ്മൾ ടോപ്പ് ലൈനാണ് ഓട്ടോ ഉള്ളത്. പിന്നെ ജീപ്പിന് ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 7 സോൾഡ് ഗ്രില്ല്. അതുപോലെ തന്നെ ഒരു ബാഡ്ജിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഒരു മോണോഗ്രാം പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അത് പ്രസ് ചെയ്തിട്ട് ബൂട്ട് സ്പേസ് ഇത് ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് അത് നമുക്ക് ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ പിയാന ബ്ലാക്ക് ഫിനിഷിനുള്ളിലാണ് ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. ലോക്ക് അൺലോക്ക് കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 2 സീറ്റാണ് ഓട്ടോ ഫോൾഡ് ഉള്ളത്. 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ളത്. പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ മാനുവലി അഡ്ജസ്റ്റിൻ്റെ സീറ്റ്സ് കൊടുത്തിട്ടുള്ളത്. ടോപ്പ് ലൈനാണ് ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളത്. പിന്നെ ഹെഡ് ലാമ്പ് കൺട്രോൾസും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് കയറി ഇരുന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ജസ്റ്റ് നോക്കാം. നമ്മൾ സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ നോർമൽ സ്റ്റിയറിംഗ് വീല് കൊടുത്തത്. 3rd ഓപ്ഷനായ കാരണമാണ്. അല്ലെങ്കിൽ ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീല് വരിക. നമുക്ക് ഇഗ്നിഷൻ നോക്കാം. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വന്നിട്ടുള്ളത്. രണ്ട് അനലോഗ് മീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഡിസ്പ്ലേ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഭയങ്കര സ്പോർട്ടി ഫീൽ ചെയ്യുന്ന ഒരു ക്ലസ്റ്ററും കൊടുത്തിട്ടുള്ളത്. കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. ഫ്യൂൽ എക്കണോമി കണ്ടോ, സ്പീഡോമീറ്റർ സെറ്റിങ്സ്,
സെറ്റിങ്സിൽ പാസഞ്ചർ എയർ ബാഗ്, സ്പീഡ് വാർണിംഗ്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, പാസഞ്ചർ എയർ ബാഗ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തുള്ളത്. സ്പീഡ് വാർണിംഗ് ജസ്റ്റ് നോക്കിയാൽ അതിൽ എന്തൊക്കെയുള്ളതെന്ന്. ഓഫ് ഓൺ ആവുന്നുണ്ടല്ലോ, വേറെ ഒന്നുമില്ല. അവിടെയും ജീപ്പിൻ്റെ ലോഗോ ഉണ്ടോ? അവിടെയും ഒരു ജീപ്പിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അവിടെ നേരെ ബാക്ക് അടിച്ചിട്ട് സെറ്റ് ഓഫ്. പിന്നെ ക്രൂയിസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഹെഡ് ലാമ്പ് കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഇൻഡിക്കേറ്റേഴ്സ് ഹെഡ് ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ വൈപ്പ് കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ നേരത്തെ മോഡൽ കാണിച്ചിട്ട് ഒരു ഹിഡൻ ആക്കിയിട്ടാണ് AC വെന്റുകൾ കൊടുത്തിട്ടുള്ളത്. അത് ഈ വേരിയന്റിൽ വന്നിട്ടുണ്ട്, ഹിഡൻ ആക്കി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 9 ഇഞ്ച് ഇൻഫോർടൈം സിസ്റ്റം കാണാം. ഇതിന് ഒരുപാട് കണ്ടിന്യൂറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ആൻഡ്രോയിഡോ എൽപ്പർ കാർപ്പേ അങ്ങനത്തെ കുറച്ച് കണ്ടിന്യൂറ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതിൽ. സെറ്റിങ്സ് ഇംഗ്ലീഷ്, നമ്മൾ ലാംഗ്വേജ് മാറ്റാൻ പറ്റും കണ്ടോ. ഇംഗ്ലീഷ്, ഫ്രാൻസ്, അങ്ങനെ കുറച്ച് ലാംഗ്വേജ് ഉണ്ട്. UK ഇംഗ്ലീഷ്. പിന്നെ ഡിസ്പ്ലേ മോഡ്, സെറ്റ് തീം, ടച്ച് വേണം, ടൈം ഫോർമാറ്റ്. പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ, കംഫർട്ട്, നമുക്ക് ഏത് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ താഴെ പാസഞ്ചർ എയർ ബാഗ് ഓഫാക്കാനുള്ളത്, പാർക്ക് സെൻസർ ഓഫാക്കാനുള്ളത്, ഹസാർഡ് ലാമ്പ്, ട്രാക്ഷൻ കൺട്രോൾ, ഓട്ടോ ഹോൾഡ്, AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, AC. പിന്നെ സ്ക്രീൻ ഓഫ് ആവും. നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ഓൺ ആവും. പിന്നെ ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ചാർജിങ് പോർട്ട്, അതായത് ഒരു C പോർട്ട്, ഒരു A പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ 9 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. വാവ്. പിന്നെ ഇലക്ട്രിക് പാർക്ക് വേക്ക്, ഓട്ടോ ഹോൾഡർ, 2 കപ്പ് ഹോൾഡേഴ്സ്, കീ നോർമൽ കീ, ലോക്ക് അൺലോക്ക് മാത്രം കൊടുത്തിട്ടുള്ളൂ. അതിൽ ജീപ്പിനൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ജീപ്പ് എന്നുള്ളൊരു വികാരം, വാവ്, അത് നമ്മളെ മനസ്സിൽ കയറി പിന്നെ ഇറങ്ങാൻ കുറച്ച് പണിയാണ് ജീപ്പിന് വികാരം. പിന്നെ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മാനുവൽ ഡിമൈനർ മിറർ, സൺ റൂഫ്, ഒരു പാനോരമിക് സൺ റൂഫ് അതിൽ വന്നിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കി നമുക്കൊരു ചിൽ മൂടായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. സൺ റൂഫൊക്കെ ഓപ്പൺ ആക്കിയിട്ട് ക്ലോസ് ചെയ്തേക്കാം സൺ റൂഫ്. ക്ലോസ് ആയിക്കോളും. പിന്നെ ഇതൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷും പിന്നെ ഇവിടെ ഒരു ഗ്രേ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ലെതർ ആട്ടോ, സ്ക്രാച്ച് പ്രൂഫാണ്. ഭയങ്കര പ്രീമിയം ഒരു ഇന്റീരിയറാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. എൻജിപ്പ് ഓപ്പൺ ആണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹോൾഡർ. അപ്പോൾ ഇവിടെ നമുക്ക് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. എൻജിപ്പ് ഓപ്പൺ ആകുന്ന ഹോൾഡർ ഇവിടെയെന്ന് പറയാൻ വേണ്ടിയിട്ട്. ലോങ് പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് 2 ലിറ്റർ മൾട്ടി ജെറ്റ് ഡീസൽ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ഏകദേശം 170 bhp പവറും 350 Nm ടോർക്കിന് വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജീപ്പ് ടർബോ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഫുൾ പാക്കഡ് ആയിട്ട് ഒരു എഞ്ചിൻ ബേയാണ് കൊടുത്തിട്ടുള്ളത്. ഫുള്ള് പാക്കഡാണ്. ഇൻസുലേഷൻ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വേറെ നോയ്സും ഇല്ലാത്ത കാരണം ഒരു സൈലൻ്റ് ഉള്ള ഒരു എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ഡീറ്റെയിൽസ് പറയുന്നത്. അപ്പോൾ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസിന് അവിടെ കോൺടാക്ട് ചെയ്യും. പ്രൈസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. അപ്പോൾ ഇത് ടെസ്റ്റ് ഡ്രൈവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യും. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോ വരെ ചെറിയൊരു പണി. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പോസിറ്റീവ് നെഗറ്റീവ് എന്തായാലും ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കും. ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട്